കഥയുടെ തുടക്കത്തിൽ കിഡ്നാപ്പ് കേസുമായി പോലീസ് പരക്കം പായുന്നതാണ് കാണിക്കുന്നത്. കിഡ്നാപ്പ് ചെയ്തത് ഹീറോയിൻ, കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് നായികയായ മിയയാണ്. അവൾ മറ്റാരുമല്ല, പോലീസ് ഇൻസ്പെക്ടറുടെ ഫിയാൻസിയാണ്. അവളെ വെട്ടിക്കിട്ടാനായിട്ട് പോലീസുകാർ ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഹീറോയിനെ മുതുക്കിൽ കയറ്റി വെച്ചിരിക്കുന്നു. ഹീറോയുടെ മര്യാദയ്ക്ക് അവളെ വിട്ടയക്കുന്നതാണ് നല്ലെന്ന് ഫിയാൻസി പറയുന്നു. അവളുടെ അച്ഛൻ ഹീറോയുടെ അമ്മയെ വിവാഹം കഴിച്ചിട്ടും അവൾ ഹീറോയെ സ്വന്തം ചേട്ടനായിട്ട് പോലും സ്വീകരിച്ചിട്ടില്ല. അതിന് ഹീറോ, അതിന് ആരാണ് നിന്നോട് എന്നെ ചേട്ടനായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞത്? ഇന്നെല്ലാവരുടെ മുന്നിൽ വെച്ച് നീ എൻ്റേതാണെന്ന് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അത്രയും പോലീസുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഹീറോ അവളെയും തൂക്കി ഹെലികോപ്റ്റർ കയറുന്നു. എന്നിട്ട് ഹീറോ അവളോട് നമ്മൾ ഒരുമിച്ച് ജീവിച്ചാലും മരിച്ചാലും ഒന്നായിരിക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവളെ കിസ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹീറോയാണ്. ഹീറോ ഒരു മാഫിയ ഗാങ്ങിലെ ലീഡറാണ്. അവൻ്റെ അമ്മ ഹീറോയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം രണ്ടാം വിവാഹം കഴിച്ചു. അപ്പോൾ അമ്മ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞു. ഫോട്ടോയിലെ ആ പെണ്ണിനെ കണ്ടതും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. 3 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയിനെ ഇവൾ പോലീസിൽ കുടുക്കിയായിരുന്നു. പോലീസിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് അവൾ കാറിലിരിക്കുന്നത് അവൻ കണ്ടത്. ഇതെല്ലാം ഓർത്ത് അവൻ്റെ നരകത്തിലേക്കാണ് വരുന്നതെന്ന സന്തോഷമാണ് അവന്. ഇവിടെ അവളെ കാണിക്കുകയാണ്. ഇന്ന് അവളുടെ അമ്മ മരിച്ച ദിവസം കൂടിയാണ്. അമ്മയുടെ ഓർമ്മ വരുമ്പോഴെല്ലാം അവൾ ഒരു മരത്തിന് താഴെ ഇരുന്ന് സംസാരിക്കുന്നു. അന്നേരം അച്ഛനിൽ നിന്ന് ഒരു കോൾ വരികയാണ്. ഇന്ന് അയാളുടെ വിവാഹമാണ് എന്നറിയിക്കാനായി. അത് കേട്ടതും അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യമാണ് വരുന്നത്. ഇന്ന് അമ്മയുടെ പിറന്നാളായിട്ടും ഇന്ന് വേറൊരു ലേഡി വിവാഹം കഴിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്നും പറയാതെ അവളുടെ വീട്ടിലേക്ക് വേഗം വരാനായി പറഞ്ഞു. അപ്പോൾ അവളെ കുറച്ച് ഗുണ്ടകൾ അവളെ തൂക്കിക്കൊണ്ടു പോകുന്നു. അതും ഇവളൊരു കോടീശ്വരി ആയതുകൊണ്ട് അവളെ വിറ്റാൽ നല്ല ക്യാഷ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അവർ അവളെ തട്ടിക്കൊണ്ടുപോയത്. അന്നേരം അവിടെ ഒരു ജീപ്പ് വന്നു നിർത്തുന്നു. അത് മറ്റാരുമല്ല, ഹീറോയാണ്. ഹീറോയെ കണ്ടതും അവർ ജീവൻ വേണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞ് ഹീറോയെ ഭീഷണിപ്പെടുത്തിയതും ഹീറോ അവരെ അടിച്ച് ഒരു പരുവമാക്കുന്നു. അവളും നന്ദിയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഹീറോ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്, സുഖമാണോ എന്ന് ചോദിച്ചതും അവൾക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. അപ്പോഴാണ് അവൻ്റെ മുഖം വ്യക്തമായി കണ്ടത്. എന്നിട്ട് അവൾ, എനിക്ക് നിങ്ങൾ ആരാണെന്നറിയില്ലല്ലോ, ആള് മാറി കാണും എന്ന് പറയുന്നു. എന്നിട്ടവൾ അവളെ കടത്തിയവരെ പോലീസിൽ ഏൽപ്പിക്കാനായി വിളിക്കുമ്പോൾ ഹീറോ 3 വർഷത്തിന് മുന്നേ എന്നെ പോലീസിൽ ഏൽപ്പിച്ചതുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കും എന്താണ് പറയേണ്ടതെന്നറിയില്ല. രക്ഷിച്ചതിന് നന്ദി പറഞ്ഞ് അവൾ ഹീറോയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ശേഷം അവൾ അച്ഛനെ കാണുകയാണ്. അവളുടെ ദേഹത്താണെങ്കിൽ മണ്ണും ചെളിയായിരിക്കും. എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദൂരത്തു നിന്ന് അനിയത്തിയെന്ന് വിളിക്കുന്നു. ഹീറോ കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നു. അത് കണ്ടതും വീണ്ടും അവൾ ഷോക്കാവുകയാണ്. അപ്പോൾ അച്ഛൻ അവളോട്, ഇതാണ് ഇനി മുതൽ നിന്റെ ചേട്ടൻ, നിന്റെ സെക്കൻഡ് മദറിൻ്റെ മകനാണ് ഹീറോ എന്ന് പറഞ്ഞതും അവൾ അച്ഛനോട്, 5 വർഷം മുന്നേ എനിക്കിവനെ നല്ലോണം അറിയാം, ഞാനാണ് ഇവനെ പോലീസ് ഏൽപ്പിച്ചത്. അതിനവൻ്റെ അമ്മ, സാരമില്ല, അതിനുള്ള ശിക്ഷയായിട്ട് അവൻ 2 വർഷം ജയിലിൽ കഴിഞ്ഞതാണ്. ഇപ്പോൾ അവൻ അതൊക്കെ വിട്ട് അവന് വേണ്ടി അമ്മ അവളോട് ക്ഷമ പറയുന്നു. ഇന്ന് അവളുടെ അമ്മയുടെ പിറന്നാൾ കൂടിയാണ്. ആയതുകൊണ്ട് തന്നെ അവർ വിവാഹം ക്യാൻസൽ ചെയ്തു. എന്നിരുന്നാലും അവൾക്ക് അവന് ഒട്ടും വിശ്വാസമില്ല മാറിയെന്നുള്ളത്. എന്തോ കാരണം കൊണ്ടാണ് അവളുടെ കുടുംബത്തിൽ വന്നെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഇവൾ ഹീറോയുടെ ബാഗെല്ലാം പോയി പരിശോധിക്കുകയാണ്. സത്യത്തിൽ അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ ബോഡി ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അമ്മ കരുതിയിരിക്കുന്നത്. അന്നേരം ഹീറോ വന്ന് അങ്കിൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അമ്മയെ അവിടുന്ന് പറഞ്ഞയച്ച്, തന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരെ. അതിന് ഇവൾ ചോദിച്ചാൽ ഹീറോ സത്യം പറയില്ല എന്നവൾക്ക് നല്ലോണം അറിയാം. ഹീറോയും അവളെ പിടിച്ച് ക്ലോസായി ഇടപെടുമ്പോൾ പിന്നാലെ ഒരുത്തൻ ഗണ്ണുമായി നിൽക്കുന്നു. അത് അവളുടെ ഫിയാൻസി ആയിരിക്കും. പെട്ടെന്ന് ഹീറോ അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങി അവനെ നേരെ ചൂണ്ടുമ്പോഴാണ് രണ്ടുപേരും ഷോക്കാവുന്നത്. ഇവർക്കിടയിൽ ഒരു കണക്ഷനുണ്ട്. ഹീറോയും അവനും ഒരു പോലീസ് ടീം ട്രെയിനിങ്ങിൽ അംഗമായിരുന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഹീറോ അതിൽ നിന്ന് പിന്മാറി. ഹീറോയെ കണ്ടതും, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. 5 വർഷത്തിന് മുന്നേ ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഒരിടയ്ക്ക് ഇവനെക്കുറിച്ച് ഒരു അറിവുമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഈയൊരു കണ്ടുമുട്ടൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പരിചയക്കാരനായതുകൊണ്ട് തന്നെ ഇവൾ അവൻ്റെ കൈ പിടിച്ച് എൻ്റെ ഫിയാൻസിയാണെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഹീറോ ഒരു ടോപ്പ് സ്റ്റുഡൻറ്റും കൂടിയാണ്.
എങ്ങനെയാണ് ജയിലിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒരു അർത്ഥമില്ലാതെ ആയിരിക്കും സംസാരിച്ചിട്ട് പോകുമ്പോൾ ഹീറോ അവനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവൻ്റെ ആൾക്കാരെ ഏൽപ്പിക്കുന്നു. ഇവിടെ ഇവൾക്കാണെങ്കിൽ അവനെ കെട്ടാൻ തന്നെ ഒട്ടും താല്പര്യമില്ല. എങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത്ര ദിവസം നീട്ടിയത്. അങ്ങനെ അവരുടെ വിവാഹത്തിന് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക ഹോട്ടലുകളും ഹീറോ ബുക്ക് ചെയ്തതായി അറിയുന്നു. അന്നേരം ഹീറോയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വരികയാണ്. ഇവൾ ഹീറോയുടെ ഗേൾഫ്രണ്ട് ആണെന്ന് കരുതി ഹീറോയ്ക്ക് പണി കൊടുക്കാനായി ഹീറോയുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരേ റൂമിലായിരുന്നു സ്റ്റേ ചെയ്ത് എന്ന് പറഞ്ഞ് ഹീറോ കുടിച്ച കോഫി എടുത്ത് കുടിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഹീറോ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ആ പെണ്ണിന് ദേഷ്യം വരികയും ഇവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഹീറോയോട് പറയുന്നു. ഇവളും ഗേൾഫ്രണ്ട് പിണങ്ങിപ്പോകാനായി ഓരോന്ന് പറയുമ്പോൾ ഹീറോ ഇവൾ എൻ്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല, അവൾ എൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ മാനേജർ ഹീറോയ്ക്ക് ബ്ലാക്ക് കാർഡ് കൊടുത്തിട്ട് ഹീറോയ്ക്ക് ഇനി എപ്പോൾ നിന്ന് വെച്ചാൽ ഹോട്ടലിൽ വരാൻ പോകാം, ഉടൻ അവൾ തട്ടി വാങ്ങി ഞങ്ങളുടെ മാരേജ് ഗിഫ്റ്റായിട്ട് എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു പോകുന്നു. പിന്നാലെ ഹീറോ വന്ന് അവളായിട്ട് തന്നെ ഈ വിവാഹം ക്യാൻസൽ ചെയ്യാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഞാനിറങ്ങി അത് നിർത്തുമെന്ന് പറയുന്നു. ശേഷം ഹീറോ അവളുടെ അച്ഛനെ കാണുകയാണ്. ഹീറോ ചെയ്ത പ്രൊജക്റ്റ് നല്ലതായതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. അത് കേട്ട് വന്ന ഇവൾ നമ്മുടെ കമ്പനിയിൽ വരുന്നവർക്ക് യോഗ്യതയെങ്കിലും ഉണ്ടാകണം, ഇവന് പഠിപ്പ് പോലും ഉണ്ടോയെന്ന് പോലും അറിയില്ല, അങ്ങനെ ഒരാളെ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനൊരു കോള് വന്നതിനാൽ ഹീറോ അവളെ പിടിച്ച് മടിയിലിരുത്തി നീ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാതിരിക്കുന്നത് നല്ലെന്ന് പറയുന്നു. അന്ന് രാത്രി ഇവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഹീറോ കാറെടുത്ത് പോകുന്നത് കാണുകയാണ്. എന്താണെന്ന് അറിയാനായിട്ട് ഇവളും ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ ഇവളുടെ കാറിന് പിന്നിൽ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായി. കാറ് നിർത്തുമ്പോഴാണ് അറിയുന്നത് അത് ഹീറോയാണെന്ന്. ഇവൾ അവൻ്റെ കള്ളത്തരം കണ്ടെത്താൻ കൂടിയാണ് ഫോളോ ചെയ്തതെന്ന് മനസ്സിലാക്കിയ ഹീറോ അവളെയും കൂട്ടിയൊരു ബാറിലേക്ക് പോകുന്നു. അകത്തൊരാളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഉടനെ അയാൾ ഹീറോയിൽ നിന്ന് ഓടിപ്പോകാനായി അവളുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. അത് കണ്ട ഹീറോ പേടിച്ചതും പോലുമില്ല. ഹീറോ വേഗം ഒരു ബോൾ എടുത്ത് അയാളുടെ തലയിൽ എറിഞ്ഞിട്ട് അയാൾക്ക് നല്ലത് കൊടുക്കുന്നു. എന്നാൽ അയാളിൽ നിന്ന് കേൾക്കേണ്ട സത്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഹീറോ അയാളെ വെറുതെ വിടുകയാണ്. അത് കാണുമ്പോൾ ഇവളും ഷോക്കാവുന്നു. കാരണം ഹീറോ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വിടാറില്ല. ഇക്കാര്യമെല്ലാം അവൾ അച്ഛനോട് പറയാനായി പോകുന്നു. എന്നാൽ അവർ ടൂർ പോയിരിക്കുകയാണ്. അതും ഹീറോ ചെയ്ത പണിയാണ്. ഇവൾക്കും ഹീറോയോടുള്ള അവളോടുള്ള പെരുമാറ്റം അവൾക്ക് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസായി വരികയാണ്. താഴെ ഹീറോ അവൻ്റെ ബോഡി ഗാർഡുമായി കമ്പനി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഇവൾ കേൾക്കുന്നു. ഇവൾ കരുതും എന്തോ കാരണമുണ്ടായിട്ട് തന്നെയാണ് ഇവളുടെ കുടുംബമായി ബന്ധം സ്ഥാപിച്ചെന്ന് കരുതി ഹീറോയോട് ചോദിക്കുകയാണ്. 5 വർഷത്തിന് മുന്നേ അവൾ ചെയ്ത തെറ്റിന് പഴിവാങ്ങാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? നിന്റെ അമ്മയുടെ സന്തോഷത്തിനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ദേഷ്യം വന്ന ഹീറോ ഇതിൽ നിന്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കോ ഒരു ബന്ധമില്ല. എന്നാൽ ഹീറോ വിചാരിച്ചാൽ അവളുടെ അച്ഛൻ്റെ കമ്പനി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാം. പക്ഷേ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അത് പറഞ്ഞ് രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നിടയിൽ ഹീറോയുടെ കഴുത്തിലുണ്ടായ ചെയിൻ അവളുടെ കൈകൊണ്ട് തന്നെ താഴെ വീണ് പൊട്ടിപ്പോയി. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരികയും അവൻ നേരെ ചുമരിൽ കൈവച്ചിടിച്ചു. അപ്പോഴാണ് ഹീറോയുടെ ബോഡി ഗാർഡ് വന്ന് പറയുന്നത് അത് ഹീറോയുടെ അച്ഛൻ്റെ നെക്ലസ്സാണ്, അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവൻ കഴുത്തിലിട്ടത്. അവൾക്കും നല്ല വിഷമമായി. അത് ശരിയാക്കി പിറ്റേ ദിവസം ഹീറോ എഴുന്നേൽക്കുന്നത് മുന്നേ കൊടുക്കുകയാണ്. എന്നാൽ അവൾ ഹീറോയുടെ ഫോൺ വരെ എടുത്തിട്ട് അവളുടെ ഫിയാൻസിക്ക് കൊടുക്കുകയാണ്. എന്നാൽ അതിലാണെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാകില്ല. ശേഷം ഇവർ രണ്ടുപേരും നേരെ വെഡ്ഡിംഗ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അവൾക്ക് അവനോട് ഫീലിങ്സ് പോലും ഇല്ല. പക്ഷേ ഹീറോയ്ക്ക് അവളൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്, അവനെ കെട്ടുമെന്നുള്ളത്. സോ അവർ കടയിലെത്തുമ്പോൾ അതേ കടയിൽ ഹീറോ കാണും, അതും അവൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററിന് ഡ്രസ്സ് വാങ്ങാനായിട്ട്. അവളെ ആ ലുക്കിൽ കാണുമ്പോൾ ഹീറോ അവളെ കെട്ടാൻ പോവുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഫിയാൻസിക്ക് കോള് വന്നതിനാൽ ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് അവൻ ആരോടാണ് സംസാരിക്കുന്നത് അറിയുമോ, ഈ കല്യാണം എന്തായാലും നടക്കണം, ആ പ്രോജക്റ്റ് ഓക്കെ ആക്കണം എന്ന് ഹീറോ പറയുമ്പോൾ അവളൊട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. ശേഷം ആ പെണ്ണ് അവളോട് ഹീറോ ആരാണെന്നുള്ളത് അറിയാനായിട്ട് അവളുടെ കൂടെ വരാനായിട്ട് പറയുന്നു. പോകുന്നത് ഒരു ബാറിലാണ്. അവളുടെ അച്ഛൻ ഒരു മാഫിയ ഗാങ്ങിൻ്റെ ലീഡറാണ് ഹീറോ, അതും സെക്കൻഡ് ലീഡർ. 3 വർഷത്തിനു മുന്നെയാണ് ചേർന്നത്. ഈ 3 വർഷത്തിനിടയിൽ വലിയ ഉയർച്ചയാണ് ഹീറോ കൈവരിച്ചത്. അപ്പോൾ ആ പെണ്ണിൻ്റെ ഫ്രണ്ട്സ് അവളെ ഒരുപാട് കുടിപ്പിച്ചിരുന്നു. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ അവസ്ഥയിൽ അവളുമായി അവൻ ക്ലോസ് ആവുന്നതിനാൽ ഹീറോ അതിന് ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. ശേഷം ഫിയാൻസിയെക്കുറിച്ച് അറിയുകയാണ്. അവന് 5 വർഷത്തിന് മുന്നേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. പെട്ടെന്ന് എബ്രോഡിൽ പോയി, അതും പഠിക്കാനാണെന്ന് പറഞ്ഞ്. അതിനുശേഷം വന്നിട്ടേയില്ല. 3 വർഷത്തിന് മുന്നേ അവൻ്റെ അമ്മ മരിച്ചു. അവൻ്റെ അച്ഛൻ ബിസിനസ് ട്രിപ്പിന് പുറത്തു പോയപ്പോൾ
പാസ്പോർട്ട് ഇഷ്യൂ കാരണം അയാൾക്ക് വരാനേ പറ്റിയിട്ടില്ല. ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ വിവാഹമായിട്ടാണ് വന്നത് എന്നറിയുന്നു. അപ്പോൾ ഹീറോ ഒരു കാര്യം ഓർക്കുന്നു. അന്ന് ട്രെയിനിങ് സമയത്ത് അവനൊന്നും സംഭവിക്കാതിരിക്കാൻ ഹീറോയാണ് രക്ഷിച്ചത്. പക്ഷേ ഹീറോ എഴുന്നേൽക്കുന്നതിന് മുന്നേ അവൻ വിന്നായി. സത്യത്തിൽ അവനാണ് ഹീറോയെ പറ്റിച്ചത്. ശേഷം അവൾ ഹീറോയാണ് എന്തിനാണ് ഇവളെയും കുടുംബത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഇവരെ ഷൂട്ട് ചെയ്യുന്നു. കറക്റ്റ് ടൈമിൽ ഹീറോ അയാളുടെ കയ്യിൽ ഷൂട്ട് ചെയ്ത് ആരാണ് ഇങ്ങോട്ട് നിന്നെ അയച്ചെന്ന് ചോദിച്ചു. എന്നാൽ ആരാണ് അയച്ചെന്ന് അയാൾക്കറിയില്ല. അയാളുടെ ഭാര്യയും മക്കളെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹീറോയെ കൊല്ലാനായിട്ട് വന്നെന്ന് പറയുമ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കി ഹീറോ അയാളെ വെറുതെ ഇടുന്നു. പിറ്റേ ദിവസം അവളുടെ അച്ഛനും ഹീറോയുടെ അമ്മയും ടൂറ് പോയി വന്നപ്പോൾ അവളുടെ ഫിയാൻസി എല്ലാവർക്കും മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നു. ഇവളും ആകെ ഷോക്കായി. അവനെ മാറ്റി നിർത്തി എന്താണ് നടക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നുള്ളത്. അതിനിവൻ അവനെ വിശ്വസിപ്പിക്കാനും അവളിൽ നിന്ന് അവൻ വിട്ടുപോകാനുമായിട്ടാണ് ചെയ്തത്. ഇതിനിടയിൽ ഹീറോ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം ഇവന് അവൻ്റെ അച്ഛൻ വിളിക്കുകയാണ്. മാരേജ് എവിടം വരെ എത്തിയെന്ന് വേഗം അവളെ കേട്ടാനായിട്ട് പറയുകയാണ്. ഇവിടെ ഹീറോയുടെ ഗ്യാങ് ലീഡറെ കാണിക്കുകയാണ്. അയാളോട് ഹീറോയിൻ്റെ ഫിയാൻസിയായിട്ട് നല്ല കമ്പനിയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ലീക്ക് ആവുന്നുണ്ട് എന്ന് ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ലീഡർക്ക് ഹീറോയുടെ മേലായിരിക്കും ഡൗട്ട്. ഹീറോയും വേറൊരുത്തനെയും വിളിക്കുന്നു. അയാളായിരിക്കും ആ പോലീസുകാരൻ എന്ന് പറഞ്ഞ് കൊല്ലാനായി പറയുകയാണ്. ഹീറോയിൽ ഡൗട്ട് വരാതിരിക്കാനായിട്ട് ഹീറോ അയാളെ ഒരുപാട് അടിച്ചു. ആ അടിയിൽ ലീഡർക്ക് ഹീറോയോടുള്ള വിശ്വാസം കൂടി. ഭാവിയിൽ അയാൾ ആ കമ്പനിയും അയാളുടെ മകളെയും ഹീറോയ്ക്ക് നൽകാനാണ് പ്ലാനുണ്ട്. എന്നാൽ ഹീറോ അയാളുടെ മകളെ അനിയത്തിയെ പോലെയാണ് കാണുന്നത്. അതേസമയം അവളുടെ അച്ഛന് ആക്സിഡൻ്റ് ആവുകയാണ്. അപ്പോൾ അവിടെ വന്ന കമ്പനി മാനേജർ അവളോട് കമ്പനി കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഇത്രയും നാളും നോക്കിയത് അവളുടെ അച്ഛനാണ്. ഒരു പെൺകുട്ടിയായതിനാൽ കമ്പനിയിൽ നഷ്ടം തന്നെ വന്നേക്കാം. കമ്പനി നിന്നിൽ നിന്ന് എന്തെങ്കിലും നുണപ്പറഞ്ഞ് തട്ടിയെടുക്കുമെന്ന് അവർ കരുതി. എന്നാൽ അവൾ നടത്തിക്കൊള്ളാമെന്ന് ഉറപ്പ് പറയുമ്പോൾ അവർ കേൾക്കുന്നതില്ല. അപ്പോഴേക്കും ഹീറോ വന്ന് അവൾ കമ്പനിയിൽ മാനേജറായിട്ട് തുടരുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം ഇവൾ അപ്പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായി. സത്യത്തിൽ ഇപ്പോൾ അവിടെ കമ്പനിയുടെ ഓപ്പോസിറ്റ് കോമ്പറ്റീറ്ററായി ഹീറോയുടെ ലീഡറുടെ കമ്പനിയാണ്. ഇനി അതിൽ ഹീറോയുടെ തലവന്റെ കമ്പനി വിൻ ചെയ്യിപ്പിക്കാനാണ് അവളെ കമ്പനി മാനേജർ ആക്കുന്നതെന്നാണ് കരുതിയത്. അപ്പോൾ അച്ഛനെ ആക്സിഡന്റ് ആക്കിയതും ഹീറോ ആണെന്ന് ഇവൾക്ക് തെറ്റിദ്ധരിക്കുകയാണ്. സോ അവളുടെ അച്ഛനെ ആരാണ് ആക്സിഡന്റ് ആക്കിയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫിയാൻസിയെ കൂട്ടി ആക്സിഡന്റ് നടന്ന ഭാഗത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾക്കൊരു സിമ്പിൾ കിട്ടുകയാണ്. അത് ഹീറോയുടെ ടീം അംഗങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അതും കണ്ടതും ഇവൾ നേരെ ഹീറോയോട് ആ ആക്സിഡന്റുമായി അവനുള്ള ബന്ധമുണ്ടെന്ന് ചോദിച്ചു. ഹീറോയ്ക്ക് ആ പ്രൊജക്റ്റ് ജയിക്കണം തന്നെയെന്നായിരുന്നു. പക്ഷേ അവളുടെ അച്ഛനെ തോൽപ്പിച്ചിട്ട് ജയിക്കണമെന്നില്ല. അവനതിൻ്റെ കാര്യവുമില്ല. അവരുടെ ഗ്യാങ് ലീഡർക്ക് ഒരാളെ തോൽപ്പിച്ച് ജയിക്കണമെന്നും താല്പര്യമില്ല. അതിനാൽ ഹീറോ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവൾക്ക് കൊടുക്കുന്നു. അവൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കാനാണ് പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ കരുതോടെ ഇരിക്കാനായിട്ടാണ് ആ ഫയൽസ് എല്ലാം കൊടുത്തത്. എന്നിരുന്നാലും അവൾക്ക് ഹീറോ പറയുന്നത് ഒന്നും മൊത്തത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. സോ നേരെ ഫിയാൻസിയെ കണ്ട് ആക്സിഡന്റ് കേസിനെ കുറിച്ച് ചോദിച്ചു. ഫിയാൻസിക്ക് ഹീറോയെ ഒട്ടും ഇഷ്ടമല്ലാത്തതിനാൽ ഇതിന് പിന്നിൽ ഹീറോ തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ്. അവൾക്ക് കൂടുതൽ വിശ്വാസം വരാനായിട്ട് റിസർച്ചിന്റെ ഭാഗമായി അവിടെ അറ്റാക്ക് നടന്നെന്നും കിട്ടിയ തെളിവുകളെല്ലാം ഹീറോയുടെ ആൾക്കാർ കൊണ്ടുപോയെന്ന് കള്ളം പറയുന്നു. ശേഷം ഹീറോ അവളെ കാണാനായിട്ട് ഹോസ്പിറ്റൽ വരുമ്പോഴാണ് ആരാണ് സത്യം പറയുന്നതെന്ന് അവൾക്ക് കണ്ടെത്താനേ കഴിയുന്നില്ല. ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ ഒരു റീസൺ ഉണ്ട്. അവളുടെ അമ്മ ആ കമ്പനിയിൽ കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഇതെല്ലാം കേട്ട ഹീറോ നേരെ മാഫിയ ബോസിനെ കണ്ട് ആ പ്രൊജക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു. അതിനു പകരം അയാൾ പറയുന്നത് എന്ത് ചെയ്യാമെന്ന് ഹീറോ പറഞ്ഞു. അയാൾക്കാണെങ്കിൽ അയാളുടെ മകളെ ഹീറോയും കൊണ്ട് കെട്ടിക്കാനാണ്. അത് സമ്മതിച്ചാൽ ഈ പ്രൊജക്റ്റ് വിടാം. പക്ഷേ ഹീറോ മറ്റൊരു കണ്ണിലൂടെ അവളെ കണ്ടിട്ടേയില്ല. അവന് ഹീറോയിനാണ് ഇഷ്ടമെന്നുള്ള കാര്യം ആ പെണ്ണിനോട് പറയുന്നു. ഇവിടെ ഇവൾക്ക് കമ്പനിയിൽ നിന്നൊരു കോൾ വരികയാണ്. ആ പ്രൊജക്റ്റിൽ ഇവളുടെ കമ്പനിയായിരിക്കും ജയിക്കുക. അത് കേട്ടതും അവൾ ഷോക്കായി. ഇതിന് പിന്നിൽ ഹീറോ എന്തെങ്കിലും ചെയ്ത് കാണും. അതിനാൽ അവൾ ഇക്കാര്യം ചോദിക്കാനായിട്ട് ഹീറോയെ വിളിച്ചു വരുത്തുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോ പോവുകയാണ്. ഇവളും ആ പ്രൊജക്റ്റ് ജയിച്ച കാര്യം അച്ഛനോട് പറയുകയാണ്. കണ്ണ് തുറക്കുന്ന അച്ഛൻ ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഫിയാൻസിയാണ്. ട്രാപ്പ് ഉണ്ടാക്കി അവനാണ് ചെയ്തതെന്ന് ക്ലിയറായിട്ട് അവളോട് പറയുന്നു.
അതേസമയം ഹീറോ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് അവളുടെ സന്തോഷം എന്തിനാണ് കെടുത്തിക്കളയുന്നെന്ന് ഓർത്ത് അയാളുടെ മകളെ കെട്ടാൻ താല്പര്യമില്ല, വേറെ ഒരാളെ ഇഷ്ടമാണെന്ന് നേരെ മാഫിയ ബോസിനോട് പറയുമ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്ന് ഹീറോയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി തോക്ക് നേരെ ഹീറോയ്ക്ക് നീട്ടിയതും അത് കണ്ട പെണ്ണ് തടയുകയാണ്. മകളുടെ വാക്കുകളിൽ സങ്കടമായ അയാൾ ഹീറോയെ വെറുതെ വിടുന്നു. ഇനി തൻ്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് വാണിംഗ് നൽകുകയാണ്. ഇപ്പോൾ ഹീറോ ആരെയോ കോൾ ചെയ്യുകയാണ്. അപ്പോഴാണ് ഹീറോയുടെ റിയൽ ആയിട്ടുള്ള ഫേസ് കാണിക്കുന്നത്. സത്യത്തിൽ ഹീറോ ഒരു പോലീസുകാരനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതും ആർക്കും അറിയില്ല. 3 വർഷം ഗ്യാങ്ങിൽ ചേരുന്നതിന് മുന്നേ ജയിലിൽ കിടന്നതൊക്കെ ഒരു പ്ലാനിംഗ് ആണ്. ആ ഗ്യാങ്ങിലെ രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ടാണ് ചേർന്നത്. ഇപ്പോൾ ഹീറോ ഇൻഫോർമേഷനെല്ലാം പോലീസിൽ ഏൽപ്പിച്ചു. ഹീറോ പോലീസാണ് എന്നുള്ളത് ഇവരും ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഹീറോ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണ്. സത്യത്തിൽ അയാൾ കാരണമാണ് ഹീറോയുടെ അച്ഛൻ മരിച്ചത്. അയാളാണെങ്കിൽ ഹീറോയെ അയാളുടെ സ്ഥാനം കൊടുക്കാമെന്നാണ് കരുതിയിരിക്കുമ്പോഴാണ്. പക്ഷേ ഹീറോയ്ക്ക് എത്രയ്ക്ക് ദേഷ്യമുണ്ടെങ്കിലും നിയമപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം എന്നാണ് ആഗ്രഹം. ഹീറോയുടെ അമ്മയ്ക്കും അവന് പോലീസ് ആയതിൽ വളരെയധികം സന്തോഷമാണ്. അവളെക്കുറിച്ച് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് അറിഞ്ഞ പിന്നെ ആരോടും മിണ്ടിട്ടില്ല, വീട്ടിൽ പോലും വന്നിട്ടില്ല. അവളെ പോയി ഒന്ന് കാണാനായിട്ട് അമ്മ നിർബന്ധിക്കുന്നു. അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ ഓർമ്മയുള്ള മരത്തിന് ചുവട്ടിലായിരിക്കും നിൽക്കുക. ഹീറോ വന്ന് ചേട്ടനായ ഞാൻ അനിയത്തിയെ വീട്ടിൽ കൊണ്ടുപോകുന്നത് ഒരു കടമയാണ്, അതിനാൽ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നെന്ന് പറയുമ്പോൾ അവൾ ഹീറോയെ ചേട്ടനായിട്ട് പോലും കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞതും എന്നാൽ പിന്നെ നീ എനിക്ക് സ്വന്തം എന്ന് മതി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടൊരു കിസ് ചെയ്യുകയാണ്. ഇതോടെ ഡ്രാമ തീരുന്നു. ഇതേപോലെ അടിപൊളി ഡ്രാമയായിട്ട് ഇനി വേഗം വരാട്ടെ.